ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയാലോ? ഐസ്ക്രീം സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കാർഡ്ബോർഡിൻ്റെ ഇച്ചിരി ലെങ്ത്തുള്ള പീസും അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സുമാണ്. ആദ്യം തന്നെ ആ കാർഡ്ബോർഡിൻ്റെ പീസിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലേക്ക് ആക്കുക. എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്ലൈസിൻ്റെ ഷേപ്പ്. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രോബെറി കേക്കല്ലേ, അത് കാരണം കൊണ്ട് തന്നെ പിങ്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇതേപോലെ സൈഡിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടോപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഫെൽറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് പിങ്ക് ക്രാഫ്റ്റ് പേപ്പർ വെച്ച് കവർ ചെയ്താലും മതി. പിന്നെ നമ്മുടെ കേക്കിനെ ക്യൂട്ടാക്കാനുള്ള പരിപാടികളാണ്. കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രീമിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ലേസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടികൾ. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാക്കിലൊരു പോർഷൻ പെയിൻറ്റ് ചെയ്യാണ്ട് വിട്ടുപോയ കാര്യം കാണുന്നത്. അപ്പോൾ പിന്നെ അത് പെയിൻറ്റ് ചെയ്തു. സൈഡുകളിൽ ഇതുപോലെ ലേസും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കേക്ക് സ്ലൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അടുത്തത് ഞാൻ ഇതുപോലെ ഏതൊരു കേക്ക് ട്രൈ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.